ചിന്ന ചിന്നൈ ആസി എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ 1 മില്യണോളം യൂട്യൂബ് വ്യൂസ് സ്വന്തമാക്കിയിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷ തരുന്ന തരത്തിലുള്ള ഒരു ട്രെയിലർ തന്നെയാണ് വന്നിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന സിനിമയുടെ റിലീസ് ജൂലൈ 2 അല്ലെങ്കിൽ 9 ആയിരിക്കുമെന്നാണ് റൂമേഴ്സ് വരുന്നത്. അതുപോലെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അടുത്ത 2 ദിവസത്തിനുള്ളിൽ സിനിമയുടെ ടീം പുറത്തിറക്കാനുള്ള പ്ലാനിലാണ്. ഒരു ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചും ദുബായിൽ സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട്. ധനുഷും മമ്മൂക്കയും അതുപോലെ സായി പല്ലവിയും ഒക്കെ അഭിനയിക്കുന്ന D55 എന്ന സിനിമയുടെ ടൈറ്റിൽ റിവീൽ ഈ വരുന്ന 18-ാം തീയതി ഉണ്ടാവും. ആട് 3 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ 53 കോടി 10 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5 കോടി 80 ലക്ഷം, ഓവർസീസിൽ 61 കോടി 22 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 120 കോടി 12 ലക്ഷമാണ്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വാഴ 2 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ 129 കോടി 55 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 20 കോടി 50 ലക്ഷവും, ഓവർസീസ് കളക്ഷൻ 85 കോടി 40 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 235 കോടി 45 ലക്ഷമാണ്. സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു. മമ്മൂക്കയുടെ മട്ടാഞ്ചേരി മാസി എന്ന സിനിമയുടെ കാസ്റ്റിംഗ് കോൾ തുടങ്ങിയിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ഹാപ്പി സിനിമ 4K റീമാസ്റ്റർഡ് വെർഷൻ കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ സിനിമ 85 ലക്ഷത്തോളമാണ് കളക്ഷൻ നേടിയത്. കറുപ്പ് സിനിമയുടെ 31 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. സിനിമ OTT റിലീസായെങ്കിലും ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ സിനിമയ്ക്ക് ഓരോ ദിവസവും ഉണ്ട്. തമിഴ്നാട്ടിൽ 168 കോടി 64 ലക്ഷം സിനിമയുടെ കളക്ഷൻ ആയിട്ടുണ്ട്. കർണാടകയിൽ 24 കോടി 46 ലക്ഷം, തെലുങ്ക് സ്റ്റേറ്റുകളിൽ 37 കോടി 90 ലക്ഷം, കേരളത്തിൽ 14 കോടി 42 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 20 ലക്ഷം. ആകമൊത്തം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 329 കോടി 74 ലക്ഷമായിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 81 കോടിയാണ്. അമരൻ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 335 കോടി 15 ലക്ഷമാണ്. ശിവകാർത്തികൻ്റെ അമരൻ സിനിമയുടെ കളക്ഷൻ കറുപ്പ് സിനിമ തകർക്കുമോ ഇല്ലെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ റിവോൾവർ റിങ്കു ബോംബായിട്ടുണ്ട്. സിനിമയുടെ ആകെ കളക്ഷൻ 23 ലക്ഷമാണ്. കേരളത്തിലടക്കം നെഗറ്റീവ് റിവ്യൂസ് വന്ന രാംചരൻ്റെ പെദ്ദി സിനിമ ബോക്സ് ഓഫീസിൽ ബ്രേക്ക് ഇവൻ ആവുമെന്നാണ് തോന്നുന്നത്. സിനിമയ്ക്ക് കൂടുതലും കളക്ഷൻ വരുന്നത് തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്നാണ്. തെലുങ്ക് സ്റ്റേറ്റിൽ ഏകദേശം 208 കോടി രൂപ സിനിമയുടെ കളക്ഷൻ ആയിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 321 കോടി 67 ലക്ഷമാണ്.